പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഉടമ്പടിയുടെ സ്പേസ് എന്താണ്? ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മരീൻ കവനൻറ്റ്? ഇടം ഏതാണ്? ഉടമ്പടിയുടെ ഇടം. ഇപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഇടമെന്ന് പറയുന്നത് സ്പേസ്. ഇപ്പോൾ ഓരോ മനുഷ്യരും അവൻ്റെ സ്പേസ് എന്നുവെച്ചാൽ അവൻ്റെ ഇടം, അവൻ വർക്ക് ചെയ്യുന്ന ഇടം, അല്ലെങ്കിൽ അതിനെ പ്രസക്തമാക്കുന്ന കാര്യം, ഉടമ്പടിയെ പ്രസക്തമാക്കുന്ന കാര്യം എന്താണ്? വൈ ദർ ഇസ് കവനൻറ്റ്? എന്തുകൊണ്ട് ഉടമ്പടി ഉണ്ടാകുന്നു? ഉടമ്പടി എങ്ങനെ പ്രസക്തമാകുന്നു? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാരണം എന്താണ്? നമ്മളുടെ ആവശ്യം തന്നെയാണ് ഒരു കാരണം. നമ്മുടെ ആവശ്യം ഇപ്പം എന്തെല്ലാം തരം ആവശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ ഞായറാഴ്ച പറഞ്ഞു. സാക്ഷ്യമല്ല, ആവശ്യം ഞാൻ പറഞ്ഞു. എന്താ അമ്മച്ചിയുടെ ആവശ്യം എന്ന് പറയുന്നത്? അമ്മച്ചിക്ക് 2.5 കോടി രൂപയുടെ കടവാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര പ്രായമുള്ളവർ. അതാണ് ഞാൻ ശ്രദ്ധിച്ചു. ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ കാര്യം, 2.5 കോടി രൂപയുടെ കട അവർക്കുണ്ട്. അവരെക്കാൾ ഇപ്പം കെട്ടിത്തൂങ്ങുന്നു പറഞ്ഞുകൊണ്ട് ഇവരുടെ 5 ലക്ഷം രൂപയുടെ കടക്കാരും ഉണ്ട്. അത് വേറെ വിഷയം. ശ്രുതികട്ടെ ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായിടേ എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടേ എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യൻ്റെ ആവശ്യവും ആ ആവശ്യം നേടുന്നതിന് എന്ത് വേണം? ഒരു ടൈം വേണം. എല്ലാ ആവശ്യങ്ങളും ഒരു ടൈമിലാണ് നടക്കുന്നത്. ഈ ടൈം ചില സമയത്ത് പ്രതികൂലമായിരിക്കും. ഈ പ്രതികൂലമായ സമയത്തെ എങ്ങനെ അനുകൂലമാക്കി എടുക്കാൻ പറ്റും? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനുഷ്യന് ആവശ്യമുണ്ടാവും. ആവശ്യത്തിനെന്ന് പറയുന്നത് കണ്ണും കൈയും ഇല്ലയെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. മനുഷ്യന് ആവശ്യമുണ്ടാകും. അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിശപ്പ് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളില്ലേ, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇതുപോലെയൊക്കെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, 30 കൊല്ലമായിട്ട് അവർക്ക് വീടില്ല. 30 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസമായപ്പോൾ തന്നെ വീടിൻ്റെ രീതികളെല്ലാം മാതാവ് ക്രമീകരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അവർക്ക് വീടുണ്ട്. അതാണ് ഒരു സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ഞാൻ നോക്കണേ, ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ അവർ വീടില്ലാണ്ട് മരിച്ചു പോയേനാ. കാര്യം 30 കൊല്ലമായില്ലേ. 30 കൊല്ലം എന്ന് പറയുന്നത് ചിന്തിച്ച് വയ്ക്കും. 3 കൊല്ലമല്ലേ, 30 കൊല്ലം. അപ്പോൾ ഈ 30 കൊല്ലമായിട്ട് വീടില്ലാത്ത സഹോദരി, നമുക്കറിയാമല്ലോ, ഒരു കാരണവശാലും ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ മറ്റു തരത്തിലൊക്കെ ഒരു മാർഗമില്ലാത്തത് കൊണ്ടല്ലേ 30 കൊല്ലം നീണ്ടു പോണത് വീട് കിട്ടാൻ. വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യന്, അല്ലേ? പ്രത്യേകിച്ച് മലയാളിക്ക് എവിടെ ചെന്നാലും, അവൻ ചന്തയിൽ പോയാലും 4 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അവിടെ ഒരു വാർത്ത കെട്ടിടം വെച്ചിട്ടേ പോരത്തുള്ളൂ അവൻ. കാര്യം അവൻ്റെ ഒരു സ്റ്റൈലാണ്, മലയാള സ്റ്റൈല്. ചന്ദ്രത്തിൽ പോയി റോക്കറ്റിൽ പോവുകയാണ്,
ഇങ്ങോട്ട് പോരേണ്ടതാണ്, എന്നാലും ഒരു വാർത്ത കെട്ടം ഇരിക്കട്ടെ പറഞ്ഞാൽ അവിടെ വെക്കുക. അവന് ബിഹേറിയ കെട്ടത്തിൽ താമസിക്കുക, മലയാളി അപ്പം തന്നെ കഴിഞ്ഞാലും പറക്കും. അവൻ്റെ വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് വെള്ളം അടിച്ചില്ലെങ്കിൽ വിറക്കത്തില്ല. അതുപോലെ ചില ആൾക്കാർക്ക് വീട് വെച്ചില്ല അപ്പോൾ വിറക്കും. ഇതങ്ങനെയല്ല. 30 കൊല്ലമായിട്ട് ചേച്ചിക്ക് വീടില്ല. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാനത് മനസ്സിലാക്കിയപ്പോൾ വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ഒരാളില്ലേ 5:17 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ? ആരാണ്? തളവാത രോഗി, 38 വർഷമായിട്ട് ആരുമില്ല. ഇപ്പം കാലങ്ങൾ അനാഥമായി നീണ്ടുപോണത് എന്താണ്? ദർ ഈസ് നോ സപ്പോർട്ട്. കാലങ്ങൾ അനാഥമായി, നമ്മൾ സന്ധിക്കപ്പെടാതെ, ഒരു വ്യക്തി സന്ധിക്കപ്പെടാതെ ഇങ്ങനെ അനാഥമായ കാലത്തിലൂടെ കടന്നു പോകുന്നു. നോബഡി. അതാണ് അയാൾ പറയണത്. വൈ 38 years എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും നോബഡി ടു ഹെൽപ്പ് മീ എന്ന് പറയും. കാലം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം എന്തുകൊണ്ടാണ്? ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട്. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം നീണ്ടുപോകാൻ കാരണം സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നാൽ ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. കാനായിലെ കല്യാണ വീട്ടുകാരന് കർത്താവുമായിട്ട് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. യേശു ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ക്ഷണിതാക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോഴതൊരു ഒഫീഷ്യൽ ഗസ്റ്റിൻ്റെ രീതിയിലാണ് അവരവിടെ വ്യാപരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകാം, പക്ഷെ എല്ലാവർക്കും ഒഫീഷ്യൽ നേച്ചറായിരിക്കും. ഇപ്പം നിങ്ങളുടെ പെങ്ങളുടെ മക്കൾ ആണെന്ന് നിങ്ങളെ സഹായിക്കാനുള്ളതാണ്, പക്ഷെ അവർ നിങ്ങൾ തമ്മിൽ റിലേഷൻ എന്താണ്? ഒഫീഷ്യൽ റിലേഷനാണ്. രക്തബന്ധമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഒഫീഷ്യൽ. പലരുടെയും പ്രശ്നം അതാണല്ല. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടില്ലേ? അവർ നിങ്ങളുടെ അമ്മയുടെ ആങ്ങളുടെ മക്കളല്ലേ? ആണച്ച, പക്ഷേ അവർ ഇങ്ങനെ കാണിക്കും. എന്നുവെച്ചാൽ എന്താ? ഞങ്ങളും അവരും തമ്മിൽ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു റിലേഷനല്ല, ഒരു ഇൻട്രാക്റ്റീവ് പേഴ്സണൽ റിലേഷൻ അല്ല, ഒഫീഷ്യൽ റിലേഷനാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഉണ്ടാകാം, പക്ഷേ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലായിരിക്കാം. ഇങ്ങനെ ഒരു സ്വാഭാവികമായ സാധ്യത വന്നാൽ ദൈവം നോട് നീ അടുക്കുമ്പോൾ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ സ്ഥാപിക്കും. അവിടെ എന്താണ്? ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കും. ആ സബ്സ്റ്റിറ്റ്യൂട്ടാണ് അമ്മ. കാനായിലെ കല്യാണ വീട്ടുകാരന് യേശുവിനോടുള്ളത് ഒഫീഷ്യൽ റിലേഷനാണ്, നോട്ട് ദാറ്റ് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ. അപ്പോൾ ഒഫീഷ്യൽ റിലേഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ ദൈവത്തോടും ചിലപ്പോൾ നിനക്കും അങ്ങനെ ഇരിക്കും. ചില ആൾക്കാർ പറയുക ചിലർക്ക് ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷനാണ്. എന്താണ്? ചില പറയും എന്തിനാണ് ധ്യാനകേന്ദ്രത്തിൽ പോണത്? ഞായറാഴ്ച കുർബാനക്ക് പോയാൽ പോരെ, കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഒഫീഷ്യൽ റിലേഷൻ. ചില സമയത്ത് അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണ്? നീ ആ ക്രിയ പോക്കി ആണ്ടിലൊരിക്കലെങ്കിലും വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന സ്വീകരിക്കണമെന്നുള്ള സഭയുടെ സാങ്കേതിക നൈയാമികമായ നിയമത്തിൻ്റെ അടിപ്പെട്ടിൽ നീ ഓഫീസ് ലെവലിൽ അത് ചെയ്തു പോവുകയാണ്. അങ്ങനെ ഓഫീസ് റിലേഷനുള്ള ഒത്തിരി പേരുണ്ട്. ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷൻസ് ഉള്ളി. ഒഫീഷ്യൽ റിലേഷൻ്റെ പ്രശ്നം എന്താണ്? ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ സർക്കിളിലേക്ക് ഈ ഓഫീസ് റിലേഷൻ കടന്നു വരത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു, യേശു അവിടെ ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതാണ് സംഭവം. ഇപ്പോൾ റിലേഷൻസൊക്കെ സെയിമാണ്, ബ്ലഡ് റിലേഷനാണ്, പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ബുദ്ധിമുട്ടുള്ള കേസാണ്. അമ്മയ്ക്കാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. ആ വചനമെല്ലാം കൃത്യമായിട്ടാണ് പോണത്. യോഹന്നാൻ 2, 3, 4, 5 വചനം ഒന്ന് തുടങ്ങണം എങ്ങനെയാണ്? കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിലേഷൻ എന്താണ് അവിടെ? റിലേറ്റീവായിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നത് യേശുവിനല്ല അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. യോഹന്നാൻ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് അമ്മയോടാണ് ബന്ധമെന്ന്, ആ വീട്ടുകാർക്ക്.
യേശുവിനോടല്ലെന്ന്. എന്നുവെച്ചാൽ കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താണ്? പറയേണ്ടത് എന്തായിരുന്നു? കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ശരിയാണ്. ആ വീട്ടുകാർക്ക് യേശുവിനോടും അമ്മയോടും തുല്യമായിട്ടുള്ള ഡിഗ്രി ഓഫ് റിലേഷൻസ് കറക്റ്റാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻസ് വ്യത്യാസമുണ്ട്. അവിടെ പ്രശ്നം വരുന്നത്. നിനക്ക് ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ്. പക്ഷേ വീഞ്ഞു തീർന്നു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ നമ്മളെ സഹായിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കത്തില്ല. അത് ദൈവത്തിനും അറിയാം. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ ഞായറാഴ്ച ക്രിസ്ത്യാനി കുടുംബ പ്രാർത്ഥനക്കാരനായിട്ട് പോകാം. ഒന്നും ജീവിതത്തിൽ സംഭവിച്ചില്ലേ, ഒരു കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വീഞ്ഞു തീർന്നു പോയാൽ ഒഫീഷ്യൽ റിലേഷൻ കൊണ്ട് താങ്ങത്തില്ല. അതാണ് പ്രശ്നം വരണത്. അത് നമ്മളെക്കാൾ നല്ലോണം അറിയണ ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവം എന്ത് ചെയ്ത്? അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ, ദൈവൻ്റെ റിലേഷൻ്റെ ആളാണ്. റിലിജൻ്റെ പേര് തന്നെ റിലേഷൻ എന്നാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷന് വേണ്ടി ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അതാണ് വിഷയം. വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മേരി? മേരിയുടെ ഇടം എന്താണ്? നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തിനും ഇടയിലും മേരിയുടെ അമ്മയുടെ ഇടം എന്താണ്? ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ്റെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമ്മ അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്പോയിൻമെൻറ്റാണ്. കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ അപ്പോയിൻമെൻറ്റ് എന്താണ്? യേശുവുമായിട്ടുള്ള റിലേഷൻസ് ഒഫീഷ്യലാണ്. കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സണൽ റിലേഷന് വേണ്ടി ദൈവം ഒരാളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? നിൻ്റെ ജീവിതത്തിൻ്റെ അന്നുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു എന്തിനുള്ളതാണ്? കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം, കാനഡയിൽ പോക്ക്, IELTS അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. വ്യക്തമല്ലേ? എന്തിനാണ്? നിത്യജീവൻ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു ആശ്രയിക്കാൻ ഒരു ദൈവസ്നേഹത്തിന്റെ വലിയ അടയാളമായ പരിശുദ്ധ അമ്മയ്ക്ക് അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ ഇത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഇത് ഒരു ദൈവസ്നേഹമാണ് ശരിക്കും. എന്താണ്? നിത്യതയുടെ ദൈവീകമായ രക്ഷാകര പദ്ധതിയാണ് യേശുവിൻ്റെ പദ്ധതി.
നമ്മുടെ ഭൗതികമായ ജീവിതമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആരാണ്? അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? പരിശുദ്ധ അമ്മയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നിത്യതയെക്കുറിച്ച് യേശുവിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് അനുദിന ജീവിത ആവശ്യങ്ങളും യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് ശരിക്കും പരിശുദ്ധ അമ്മയെയാണ് കാനായിലെ കല്യാണത്തിൽ ദൈവം ശരിക്കും ഈ വിഷയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യണത്? ഉടമ്പടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈശോനോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? കാനായിൽ എന്താണ് സംഭവിച്ചത്? ഒരു അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം എന്താ? സമയത്തിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഒരു മിറക്കലിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം ഒരു അത്ഭുതത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഒരു വിഷയം ഇപ്പം കാനായിൽ വീഞ്ഞ് തീർന്നു പോയി, അതൊരു വിഷയമാണ്. അത് അത്ഭുതത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? സമയമാകാതിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ യേശുവിൻ്റെ സമയം ആകാതിരുന്നത് കൊണ്ടാണ്. ഈശോ പറഞ്ഞില്ല, അത് എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്യണം. പക്ഷേ അമ്മയാണ് ഇവിടെ മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈ ഫയൽ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആകത്തില്ല, എഴുതി തള്ളപ്പെടത്തില്ല. അതാണ് വിഷയം. ഞാനങ്ങനെ ഇടയ്ക്ക് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത് ആ സമയത്ത് പത്രോസാണ് അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ മിക്കവാറും അവിടെ അത്ഭുതം നടക്കത്തില്ല. അതാണ് പ്രശ്നം. കർത്താവ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നീ മാനുഷിക കാര്യങ്ങളുടെ ആളാണ്, ദൈവിക കാര്യങ്ങളുടെ ആളല്ലെന്ന്. ഈ സംഭവം കേട്ടാൽ അപ്പം തന്നെ നടക്കത്തില്ലത്. പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. അപ്പോൾ ഈശോക്ക് അതൊക്കെ പറയാനൊക്കെ അറിയാം. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. വേണമെങ്കിൽ അമ്മയോടും പറയാം. എന്താണ്? അവർക്ക് വീഞ്ഞില്ലെങ്കിൽ ഒരു വായ്പ വാങ്ങിക്കട്ടെ, എവിടെയെങ്കിലും പോയി. അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കാം. അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കടയിലെ പോയി അവർ വിലക്ക് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാം. പക്ഷേ അതല്ല, അങ്ങനെയുള്ള ഭാഷ അമ്മയോട് പറയാൻ കൊള്ളത്തില്ല. പത്രോസാണെങ്കിൽ ഈശോ പറഞ്ഞേനാ. എനിക്ക് കാര്യം മനസ്സിലായാ? മരിയൻ ഉടമ്പടി സ്പേസ് എന്താണെന്ന് പറയുകയാണ്. ഇപ്പോൾ ഈശോ അപ്പോസ്തലന്മാരോട് പത്രോസ് ഈശോയോട് പറഞ്ഞതാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പാഷൻ പ്രഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? നീ സാത്താനെ പിറകി പോവുക. നീ എന്താ ചെയ്യണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പത്രോസാണ് ഇവിടെ കണ്ടച്ചും വീഞ്ഞ് തീർന്നു പോയില്ല കർത്താവ് എന്ന് പറയണമെങ്കിൽ മിക്കവാറും ചെകുത്താനെന്ന് ഇവിടെ കിട്ടിയില്ല. എന്താ കാര്യം? നേരെ പറയും, നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അതിനേക്കാൾ വ്യക്തമായിട്ട് ഇവിടെ ഒത്തിരിക്കും. എന്താണ്? പത്രോസ് അന്വേഷിക്കുന്ന മാനുഷിക കാര്യങ്ങളാണല്ലോ, വീഞ്ഞിൻ്റെ കാര്യമാണല്ലോ, കുടിക്കാൻ തിന്നുകയും ചെയ്യുന്ന കാര്യമാണ് അവൻ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന് ഈശോയ്ക്ക് പറയാം. പക്ഷേ ഇവിടെ ഈശോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചോദിച്ച ആൾ പത്രോസ് അല്ല. അതാണ് പ്രശ്നം. നമ്മൾ എന്ത് പറയുന്നു എന്നനുസരിച്ചത് ആര് ആണ് ചോദിച്ചിരിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി. ഇപ്പം മനസ്സിലായില്ല, അമ്മയും പത്രോസും തമ്മിലുള്ള വ്യത്യാസം. അമ്മ ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി വരാഞ്ഞത്. എന്താണ്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന്. കാര്യം അമ്മയോട് ആ ഭാഷ പറയാൻ പറ്റത്തില്ല. അമ്മയോട് എന്ത് ഭാഷയൊക്കെ പറയണമെന്ന് ഈശോക്കറിയാം. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെ നീയെന്ന് വിളിച്ചെന്ന്, അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെന്ന്. പക്ഷെ അമ്മ ആരാണെന്നും അമ്മയോട് എന്ത് ഭാഷയാണ് പറയേണ്ടതെന്നൊക്കെ ഈശോയ്ക്കറിയാം. അമ്മ നീയെന്ന് ഈശോ വിളിച്ചെങ്കിലും അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആയിട്ടുള്ള ദൈവികമായ കാരണങ്ങളുണ്ട്.
അതറിയാത്തടത്തോളം കാലം നമ്മളിതുപോലെ പൊട്ടം പൂ കണ്ട പോലെ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കും. പക്ഷേ അമ്മയോട്, അമ്മ ആരാണെന്നും അമ്മയോട് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും ഈശോയ്ക്കറിയാം. ഈശോ പത്രോസിനോട് പറഞ്ഞ പോലെ അമ്മേ നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല എന്നൊന്നും പറഞ്ഞില്ല. സമയത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് ചെയ്യാൻ സന്മനസ്സുണ്ട്, ഈശോയുടെ സന്മനസ്സ്. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് ഫ്ലാറ്റായിട്ട് ഡിനൈ ചെയ്യണില്ല, ചെയ്യത്തില്ല എന്നല്ല പറയണത്. ചെയ്യാൻ സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അത് പൊളൈറ്റ്നെസ്സാണ്, പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ എന്താണ്? ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്. അമ്മ പറഞ്ഞാൽ ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അപ്പം ഈ അപേക്ഷ നേരെ ഈ ഫയൽ പിതാവിൻ്റെ ടേബിളിലേക്ക് ടെക്നിക്കലായിട്ട് പോവുകയാണ്. പിന്നെ അവിടേക്ക് അമ്മയ്ക്ക് പ്രൊവിഷൻ ഇല്ല, അവിടെ എൻട്രി ഇല്ല. അത് ഈശോയും അപ്പായും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അവിടെ എൻട്രി വന്നതാണ് അമ്മയെ അമ്മയാക്കണത്. പിതാവിൻ്റെ വിഷയമാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്താ കാര്യം? പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അവൾ. അവിടെയാണ് വിഷയം വന്നത്. പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി അമ്മയ്ക്ക് ഈസിയാണ്. എന്താ കാരണം? അവൾ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. അപ്പോൾ വിഷയം മാറി. അതോടുകൂടി ഈ പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോയതാണ് കാനായിലെ കുടുംബം രക്ഷപ്പെടാൻ കാര്യം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഓൾ ഓൺ എ സഡൻ, ഇപ്പോൾ കൃപാസന ആൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇന്നും വിശ്വസിക്കണില്ല അമ്മ അത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് പിതാവിനോട് അമ്മ ഡിസ്കസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഈശോയും അപ്പായും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും അമ്മയെ സമയഘടികാരവുമായി ഈ ആൾത്താരെ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത്. നമ്മുടെ എല്ലാ ഈവൻറ്റുകളും പിതാവായ ദൈവവും അതിൽ പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ ഈശോയുമുണ്ട്. മക്കൾ മനസ്സിലാക്കണം. ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് മുഴുവൻ അമ്മ മാതാവിൻ്റെ മുഴുവൻ വിഷയമാണല്ലോ ഇതെന്ന്. അല്ല, അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും പിതാവ് അവിടെ ഒരു കക്ഷിയാണ്, ഈശോ അവിടെ ഒരു കക്ഷിയാണ്, പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ പേഴ്സണെ പോലെ കൂടെ നിൽക്കുന്നതാണ്. ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഒരു ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഴുന്നേറ്റ് ശ്രുതികട്ടെ, വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയെ വാഴ്ത്തിപ്പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ അപ്പം നീ പങ്കുവച്ചു? ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ പാദം കഴുകി തുടച്ചു നീ? തള്ളിൻ പറഞ്ഞിടുമെന്നറിഞ്ഞിട്ടും നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാ മനസ്സും യേശുനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ നെഞ്ചതിൽ കൈവച്ച് വളരെ അഭിഷേകത്തിൻ്റെ ഒരു നല്ല സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളിപ്പോൾ ആയിരങ്ങൾ
നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നോട് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനൊക്കെ നെഞ്ചിൽ കൈവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, വൃഷങ്ങളിലുണ്ടാകുന്ന മുഴകളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഈശോ അറിയിച്ചിട്ടുണ്ട്. കർത്താവ്, അങ്ങനെയുള്ള രോഗികളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. ശരീരത്തിൽ ആകപ്പാടെ മുഴയും സിസ്റ്റമുള്ളവരെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി ഞാൻ കൊണ്ടുവരുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവത്തിൻ്റെ സന്ധിപ്പും സഹായവും ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ദൈവം കാനായിൽ കൊണ്ടുവന്ന് അമ്മയെ പ്ലേസ് ചെയ്തിരിക്കുകയാണെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം വന്നതല്ലെന്നും ദൈവത്തിന് ഒരു കുടുംബത്തെയും കാലാതീത കാലത്തോളം കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളത് കൊണ്ട് നിത്യജീവന് വേണ്ടി മാത്രം യേശുവിനെ നൽകിയിരിക്കുകയും മനുഷ്യൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് ആശ്വാസം പകരാൻ ദൈവത്തിൻ്റെ സന്മനസ്സിൻ്റെ പദ്ധതിയുടെ ആളുരൂപമാണ് പരിശുദ്ധ അമ്മയെന്നുള്ള സ്വർഗീയ വെളിപ്പാടിലെ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴാരെല്ലാം എവിടെയെല്ലാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ അവരുടെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടി വിഷയങ്ങളിലും ഉടമ്പടി എടുക്കാനിരിക്കുന്ന വിഷയങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ ദൈവശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതാവശ്യങ്ങൾ ദൈവത്തിരുസ്ഥന് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ അവർക്ക് അനുഭവിക്കുകയും അവർ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്യട്ടെ. Jesus Christ be healed. Hallelujah. ആഴത്തിൽ സ്നേഹം